ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് Bpsc 109 പൊളിറ്റിക്കൽ പ്രോസസ്സസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്പാരിറ്റീവ് പെർസ്പെക്റ്റീവ്. അതിലെ ആദ്യത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യത്തെ ചാപ്റ്ററായ പൊളിറ്റിക്കൽ കൾച്ചറാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ കൾച്ചർ remains one of the very important approaches to understand politics in general and comparative politics. This approach has been very popular for conducting comparative studies and making empirical analysis of transitional society. Political culture thus creates a framework for political change and is unique to nation, state and other group. ഇത് പൊളിറ്റിക്കൽ കൾച്ചർ എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ചിലേക്ക് പോവാം. പൊളിറ്റിക്കൽ കൾച്ചർ മേ ബി ആൻ എക്സ്പ്ലനേറ്ററി ഫാക്ടർ, ഷുഡ് നോട്ട് ലീഡ് us to overlook the possibility that objective conditions within a country may be responsible for behavior often attributed to culture. It is elusive and comprehensive at the same time. ഇത് സെയിം ടൈമിൽ തന്നെ എന്തോ ഇലൂസീവും കോംപ്രിഹെൻസീവും ആണ്. ഇൻ ദ എക്സ്റ്റെൻഡ് ലിറ്ററേച്ചർ ഇൻ പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ കൾച്ചർ ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ മെനി വേസ്, ബട്ട് എസെൻഷ്യലി ഇറ്റ് ഇൻവോൾവ് ദ ബേസിക് വാല്യൂസ്, ഐഡിയാസ്, ബിലീഫ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഓറിയൻറ്റേഷൻ അബൌട്ട് പൊളിറ്റിക്സ്. ഇതെന്താ ബേസിക് വാല്യൂ, ഐഡിയാസ്, ബിലീവ്, അതൊക്കെ എന്തുവാ പൊളിറ്റിക്സിന് ആവശ്യമായ ബേസിക് വാല്യൂസും ഐഡിയാസും ബിലീഫും ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ നോക്കുന്നതാണ് എന്ത് പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച്. ദ ടേം കൾച്ചർ ഹാസ് മെനി ഡിഫറെൻറ്റ് മീൻ ആൻഡ് ഇറ്റ് അഫക്റ്റ് എവറിത്തിങ് പീപ്പിൾ ഡു ഇൻ ദെയർ സൊസൈറ്റി. കൾച്ചർ എന്ന് പറയുന്ന ടേമിന് ഡിഫറെൻറ്റ് ടൈപ്പ് മീനിങ് ഉണ്ട്. അതെന്തുവാ പീപ്പിൾ, സൊസൈറ്റി, അത് സൊസൈറ്റിയിലുള്ള പീപ്പിളിനെ കുറിച്ച് ആ കൾച്ചർ എന്ന വീഡിയോ കൊണ്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, കൾച്ചർ ഈസ് എ ഡെറിവേഷൻ ഓഫ് ദ ജർമ്മൻ വേർഡ് കൾച്ചർ. കൾച്ചർ എന്ന് പറയുന്ന ജർമ്മൻ വേർഡിൽ നിന്നാണ് എന്തുണ്ടായത്, കൾച്ചർ ഡെറിവ് ചെയ്തുണ്ടായത്. കൾച്ചർ ഇൻഡിക്കേറ്റ് ദ ഡിസ്റ്റിങ്റ്റീവ് ഹയർ വാല്യൂസ് ഓഫ് എൻലൈറ്റ്മെന്റ് ഓഫ് എ സൊസൈറ്റി. Culture thereby was defined as the sway of man over nature. അപ്പോൾ കൾച്ചറിനെ അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും, ദ സ്വേ ഓഫ് മാൻ ഓവർ നേച്ചർ എന്ന് വിളിക്കും. The term culture was first used by Edward B. Taylor, the pioneer English anthropologist, in his book Primitive Culture. അപ്പോൾ എന്താ, ഒരു ഇംഗ്ലീഷ് ആന്ത്രോപോളജിസ്റ്റായ എഡ്വേർഡ് ബി ടൈലറാണ് കൾച്ചർ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏത് പ്രിമിറ്റീവ് കൾച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. He used the term culture to refer to a universal human capacity. It is the complex whole that include knowledge, belief, art, ethics, morals, law, tradition, traits, custom, and other capabilities and habits acquired by man as a member of society. മനുഷ്യന് സൊസൈറ്റിയിൽ വേണ്ട, സൊസൈറ്റിയിൽ ആ മനുഷ്യൻ താമസിക്കുമ്പോൾ അയാൾക്ക് ആവശ്യമായ എത്തിക്സ്, മോറൽ, ലോസ്, നോളജ്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ കൾച്ചർ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കൾച്ചർ ഈസ് എ പവർഫുൾ ഹ്യൂമൻ ടൂൾ ഫോർ സർവൈവൽ, ബട്ട് ഇറ്റ് ഈസ് എ ഫ്രജൈൽ ഫിനോമിനൻ. അപ്പം എന്താ, കൾച്ചർ എന്നൊരു ഹ്യൂമന് സർവൈവ് ചെയ്യാനുള്ളൊരു പവർഫുൾ ടൂളാണ്. പക്ഷെ ഇതെന്താ ഫ്രജൈലാണ്, ഇത് ഏത് നിമിഷം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. More specifically, the concept was developed to address the need to bridge a growing gap in the behavior approach between the law of micro-analysis and macro-analysis. ഇതിനെന്താ മൈക്രോ അനാലിസിസ് ഉണ്ട്, മാക്രോ അനാലിസിസ് ഉണ്ട്. It is a set of attitudes and practices held by people that shape their political behavior, include moral judgment, political myths, ബിലീഫ് ആൻഡ് ഐഡിയാസ് അബൌട്ട് വാട്ട് മേക്ക് അപ്പ് ദ ഗുഡ്. ഇതിൽ നിന്ന് നമുക്ക് മോറൽ ജഡ്ജ്മെൻറ്റ്,
പൊളിറ്റിക്കൽ മിത്ത്, ബിലീഫ്, ഐഡിയാസ് എന്ത് ഗുഡ് സൊസൈറ്റി മേക്ക് ചെയ്യാനുള്ള മോറൽ ജഡ്ജ്മെൻ്റ് ഒക്കെ ഈ കൾച്ചറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാവ് ബീൻ ബോത്ത് ഡെമോക്രസീസ്. യുണൈറ്റഡ് സ്റ്റേറ്റിനും ഗ്രേറ്റ് ബ്രിട്ടനും എന്താ ഡെമോക്രസീസ് ഉണ്ട്, ബട്ട് ഈച്ച് ഹാസ് എ ഡിസ്റ്റിൻറ്റീവ് പൊളിറ്റിക്കൽ കൾച്ചർ. എന്നാലും അതിനെന്താ ഓരോ പൊളിറ്റിക്കൽ കൾച്ചറും കാണുന്നു. American government derive its power from a written constitution and is dominated by two political parties. അമേരിക്കൻ ഗവൺമെന്റ് എന്താ written constitution ഉണ്ട്, പക്ഷെ അത് ഡോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടി. In contrast, Britain has a long history of monarchy and has never had a written constitution. പക്ഷെ ബ്രിട്ടൻ എന്തോ ഒരു മൊണാർക്കിയുടെ തന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട്, പക്ഷെ അവിടെ എന്തോ റിട്ടൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. Political community, even without having state, can exist as a polity or political system. Whatever be the form of a political system, developing or developed, it does possess some form or pattern of politics. ഏത് രീതിയിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം ഫോം ചെയ്തിട്ട് ഒന്നെങ്കിൽ ഡെവലപ്പിംഗ് ആകാം, ഡെവലപ്ഡ് ആകാം, അവിടെ എന്തോ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിന്റെ പാറ്റേൺ കാണാൻ പറ്റും. സ്റ്റേറ്റ്-ലെഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ലൈക്ക് ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, many international and regional organizations more or less operate on the basis of some form of political culture. അപ്പം എന്താ സ്റ്റേറ്റ്ലെസ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ പോലെ ബാക്കിയുള്ള ഇന്റർനാഷണൽ റീജിയണൽ ഓർഗനൈസേഷൻ പോലെയുള്ളവർക്ക് എന്താ അവിടെ ഒരു ഫോം ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഡിഫൈനിങ് പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ കൾച്ചറിനെ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ദ ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് ദ സോഷ്യൽ സയൻസ്. ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസ് പൊളിറ്റിക്കൽ കൾച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് ആൻഡ് സെന്റിമെന്റ്സ് ദാറ്റ് ഗീവ് ഓർഡർ ആൻഡ് മീനിങ് ടു എ പൊളിറ്റിക്കൽ പ്രോസസ് and what provide the underlying assumptions and rules that govern behavior in the political system. A set of attitude, beliefs, sentiments, ഇതൊക്കെയാണ് എന്തുവാ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ മീൻ ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ ആയിട്ട് കൊടുക്കുന്നതാണ് ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് ദ സോഷ്യൽ സയൻസ് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് ആൽമണ്ട് ആൻഡ് വെർബയുടെ ഡെഫിനിഷൻ നോക്കാം. അവര് പ്രധാനമായിട്ട് 5 ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എ, ആദ്യത്തെയാണ് എ സെൻസ് ഓഫ് നാഷണൽ ഐഡന്റിറ്റി. ബി, ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് വൺ സെൽഫ് ആസ് എ പാർട്ടിസിപ്പന്റ് ഇൻ പൊളിറ്റിക്കൽ ലൈഫ്. സി, ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് വൺസ് ഫെലോ സിറ്റിസൺ. ഡി, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് ഗവൺമെന്റൽ ഔട്ട്പുട്ട്സ് ആൻഡ് പെർഫോമൻസ്. ആൻഡ് ലാസ്റ്റ് പറയുന്നതാണ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് നോളജ് about the political process of decision making. അപ്പോൾ ഇതിലെല്ലാവരും ഉദ്ദേശിക്കുന്നത് ഹ്യൂമനും അവർക്ക് സൊസൈറ്റിയിൽ നിന്നുള്ള ആറ്റിറ്റ്യൂഡും നേച്ചറുമാണ് എന്താ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ വേറൊരു ആൾ പറയുന്നതാണ് പാട്രിക് ഓ നീൽ എന്ന് പറയുന്ന ഒരാൾ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് പറയുന്നതാണ് as the norms for political activity in a society. എന്താ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ് എന്ത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി അനുബന്ധിച്ചായിരിക്കും എന്താ അവിടെ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ കൾച്ചർ ഇരിക്കുന്നത്. പിന്നെ ആൻഡ്രൂ ഹെയ്വുഡിന്റെ അഭിപ്രായത്തിൽ പീപ്പിൾസ് സൈക്കോളജിക്കൽ ഓറിയന്റേഷൻ, പീപ്പിൾസിന്റെ സൈക്കോളജിക്കൽ ഓറിയന്റേഷൻ ആണ് എന്ത് ഈ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. റോബർട്ട് എ ഡാൽ പറയുന്നത് ഓറിയന്റേഷൻ ഓഫ് പ്രോബ്ലം സോൾവിംഗ് ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ ടു കളക്റ്റീവ് ആക്ഷൻ ഉള്ള ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ ടു ദ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനുള്ള ഓറിയന്റേഷൻ ആണ്. ആൻഡ് ഓറിയന്റേഷൻ ടു അതർ പീപ്പിൾ, മറ്റുള്ള ആൾക്കാർക്കും കൂടെ ഉള്ള ഓറിയന്റേഷൻ ആണ് ഈ പൊളിറ്റിക്കൽ കൾച്ചർ കൊണ്ട്. പിന്നെ ആൽമണ്ട് ആൻഡ് പോവൽ പറയുന്നുണ്ട് സബ്സ്റ്റാൻറ്റീവ് കണ്ടന്റ് ഉണ്ട്. This can be interpreted as system culture, process culture and policy culture. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? സിസ്റ്റം കൾച്ചർ ഉണ്ട്, പ്രോസസ് കൾച്ചർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? പോളിസി കൾച്ചർ. ഇങ്ങനെ 3 കൾച്ചറാണ് ഇത് സബ്സ്റ്റാൻറ്റീവ് കണ്ടന്റിൽ ഉള്ളത്. അടുത്ത വെറൈറ്റീസ് ഓഫ് ഓറിയന്റേഷൻ, പല രീതിയിലുള്ള ഓറിയന്റേഷൻ. ഒന്നാണ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ്,
ഇവാലുവേറ്റ്. ഈ 3 തരത്തിലുള്ള ഓറിയന്റേഷൻ, ഇതൊക്കെ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, ഇവാലുവേറ്റീവ്. പിന്നെ ഉള്ളതാണ് സിസ്റ്റമാറ്റിക് റിലേഷൻസ് എമോങ് ദീസ് കമ്പോണൻറ്റ്. ഈ കമ്പോണൻറ്റ് തമ്മിലുള്ള എല്ലാ സിസ്റ്റമാറ്റിക് റിലേഷൻഷിപ്പ്, ഇതെല്ലാം പൊളിറ്റിക്കൽ കൾച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തത് ലൂസിയൻ പൈ പറയുന്നത് നോക്കാം. ഇൻവോൾവ് attribute including attitude, feelings, sentiment, belief and values which concern the nature of politics that give form and substance to political processes. എല്ലാവരും പറയുന്നത് ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ്, സെന്റിമെന്റ്, ബിലീഫ്, വാല്യൂസ്, ഇതെല്ലാമാണ് പൊളിറ്റിക്കൽ പ്രോസസ്സിനെ എന്തുവാ ഫോം ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത കമ്പോണൻസ് ആൻഡ് ഷിഫ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കൽ കൾച്ചറിന്റെ കമ്പോണൻസും ഷിഫ്റ്റ്സും നോക്കാം. വർക്ക്സ് ഓഫ് മോണ്ടസ്ക്യൂ, ജോണം ഗോഡ്ഫ്രെഡ് ഹെർബർ ആൻഡ് അലക്സിസ് ഡി ടോക്വെലി, അവരുടെയൊക്കെ വർക്ക്സ് ഉണ്ട്. Political scientists were excited by possibility of measuring variations among political cultures of different nations, but they eventually turned to the study of such elite as elite political culture, ethnic political culture, etc. ഇങ്ങനെ എലൈറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, എത്നിക് പൊളിറ്റിക്കൽ കൾച്ചർ പോലെയുള്ളവരുടെ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. പിന്നെ എലാസർ പ്രൊപ്പോസ് ദാറ്റ് ഈച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഇൻക്ലൂഡ് വൺ ഓഫ് ദ 3 kinds of political culture. എലാസർ എന്ത് പ്രൊപ്പോസ് ചെയ്ത്, ഓരോ അമേരിക്കൻ സ്റ്റേറ്റിനും ഓരോ ഈ പറയുന്ന മൂന്ന് തരത്തിലുള്ള പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഓരോന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതൊക്കെ ഇൻഡിവിജ്വലിസ്റ്റ്, ട്രഡീഷണലിസ്റ്റ് ഓർ മോറലിസ്റ്റ്, ഇങ്ങനെയുള്ള 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചറിന്റെ കാണപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. Whereby state political culture studies examine the variation among state in governmental activities, administrative goals, innovative capability, popular participation in election report, പിന്നെ പാർട്ടി കോമ്പറ്റീഷൻ, ഇതെല്ലാം പൊളിറ്റിക്കൽ കൾച്ചറിന്റെ കമ്പോണൻസ് ആണ്. Eckstein added the cultural change in a post-modernist society was much more important than it had been during early industrialization. Factors or components of the period of time shape or reshape the political culture. ഈ പൊളിറ്റിക്കൽ കൾച്ചറിനെ ഷേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റീഷേപ്പ് ചെയ്യാനോ ഉള്ള എന്തുവാ കമ്പോണൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. അതൊക്കെയാണ് പൊളിറ്റിക്കൽ ബിലീഫ് ആൻഡ് വാല്യൂസ്, political process, decision making impacts the whole system and different agencies, അതൊക്കെ ഇൻക്ലൂഡ് ആകാം. പാർട്ടി സിസ്റ്റം വരാം, പ്രഷർ ഗ്രൂപ്പ്സ് വരാം, പിന്നെ സിംബൽസ്, പൊളിറ്റിക്കൽ ആക്ഷൻ, പിന്നെ ഓറിയന്റേഷൻ, അത് കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, വാല്യുവേറ്റീവ്, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, കൾച്ചറലിസം, സോഷ്യറ്റൽ സ്ട്രക്ചർ, ജോഗ്രഫി, എത്നിക് റിയാലിറ്റീസ് ഓർ ഡിഫറൻസസ്, റോൾ ഓഫ് സ്റ്റേറ്റ്, ഐഡിയോളജി, ഹിസ്റ്ററീസ് ഓഫ് സ്റ്റേറ്റ്, സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചർ, ഫോം ഓഫ് ഗവേണൻസ്, റോൾ ഓഫ് എലൈറ്റ്സ്, ഇതൊക്കെ എന്തുവാ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിനെ ഷേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റീഷേപ്പ് ചെയ്യാനോ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കൽ കൾച്ചറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ആൽമണ്ട് ആൻഡ് വെർബാസ് ക്ലാസിഫിക്കേഷൻ. അവർ പറയുന്ന പരോക്കിയൽ, അവരുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ. എന്താ, സിറ്റിസൺസ് ആർ ഓൺലി ഡിസ്റ്റന്റ്ലി അവെയർ ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. പീപ്പിൾ ഹാവ് നെയ്തർ നോളജ് നോർ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. ഇതിൻ്റെ അകത്ത് പീപ്പിളിന് എന്താ പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റും ഇല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിവില്ല. They have oriented towards all component of politics. This type of political culture, people has low awareness, expectation and participation. ഇങ്ങനെയുള്ള പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചറിൽ പീപ്പിൾസിനെ പൊളിറ്റിക്സിനെ കുറിച്ച് ലോ അവയർനെസ് ആയിരിക്കും, എക്സ്പെക്ടേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ലോ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. അവർ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ. The citizens are themselves not as participant in the political process but as subject of the government, as with people living under a dictatorship. The people എന്തുവാ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ അണ്ടറിലായിരിക്കും ലിവ് ചെയ്യുന്നത്. The individual is aware of politics, it acts and institution. പക്ഷെ ഇവിടെ ഇൻഡിവിജ്വൽസ് എന്താ
പൊളിറ്റിക്സിനെ കുറിച്ച് അറിയാം, അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയാം, അതിലെ പങ്കാളികളെ കുറിച്ച് അറിയാം. ദിസ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് കോമ്പാറ്റിബിൾ വിത്ത് എ സെൻട്രലൈസ്ഡ് അതോറിറ്റേറിയൻ സ്ട്രക്ചർ. ഇതൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റേറിയൻ സ്ട്രക്ചറിന് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൾച്ചറാണ് എന്ത്? സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. അടുത്ത മൂന്നാമത്തെ പൊളിറ്റിക്കൽ കൾച്ചറാണ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. Citizens believe that they can contribute to the system and that they are affected by it. They can influence the government in various ways and they are affected by it. ഇതിൽ നമുക്ക് എന്താ ഇതിലുള്ളത് സിറ്റിസണിനെ ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഇൻഡിവിജ്വൽസ് ഈസ് ഓറിയന്റഡ് ടുവേഴ്സ് ദ സിസ്റ്റം ടുവേഴ്സ് ഓൾ ഫോർ കമ്പോണന്റ് ഓഫ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിലെ 4 കമ്പോണൻസ് ആയ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് സെൽഫ് റോൾ. ഇതിലെല്ലാം എന്താ പീപ്പിളിന് നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ടായിരിക്കും. പീപ്പിൾ ഹാവ് ഹൈ ലെവൽ ഓഫ് അവയർനെസ്, എക്സ്പെക്ടേഷൻ ആൻഡ് പെർഫോമൻസ്. ഇതാണ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചറിൽ കാണുന്നത്. അടുത്ത പരോക്കിയൽ ആൻഡ് സബ്ജക്റ്റ്. ഇനി രണ്ടും കൂടി ചേർന്ന് വരുന്നത്. ഇന്നത് ഷിഫ്റ്റ് ഫ്രം പരോക്കിയൽ ടു സബ്ജക്റ്റ്. ഇതെന്ന് പറയുന്ന പരോക്കിയൽ നിന്ന് സബ്ജക്റ്റിലേക്കുള്ളൊരു ഷിഫ്റ്റ് ആണ് ഈ കൾച്ചർ. Parochial loyalties gradually get weathered and the inhabitant develop a greater awareness of the central authority. ഇവിടെ awareness ഒക്കെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. The subject and participant. Shift from നേരത്തെ പോലെ തന്നെ ഇത് സബ്ജക്റ്റിൽ നിന്ന് പാർട്ടിസിപ്പൻറ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ്. People generally on one hand develop an activist tendency and participate in the process. But on the other hand, they are those individuals who possess passive orientation and remain at the receiving end of the decision-making process. That ഈ രണ്ട് സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെയും പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ. The parochial and participant emerges a problem of harmony between the political culture and the political norm. Participatory political culture fits a liberal democratic regime. ഈ പാർട്ടിസിപ്പേറ്ററി പൊളിറ്റിക്കൽ കൾച്ചർ എന്ത്? ഒരു ലിബറൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് റിജിം ഫിക്സ് ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ദാറ്റ് ഈസ് കൺഗ്രുവൻറ്റ് വിത്ത് എ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് ദ സെയിം ഹാസ് ബീൻ കാൾഡ് ബൈ ദ സിവിക് കൾച്ചർ. ഇന്ന് നമുക്ക് എന്തോ സിവിക് കൾച്ചർ എന്ന് വിളിക്കാറുണ്ട്. അടുത്ത ഫൈനേഴ്സ് ക്ലാസിഫിക്കേഷൻ. ഫൈനറിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ ഫൈനർ ക്ലാസിഫൈ ചെയ്തത് മെച്ചർ പൊളിറ്റിക്കൽ കൾച്ചർ ആയിട്ടാണ്. വൈഡ് സ്പ്രെഡ് പബ്ലിക്. ഇതിനെന്താ വൈഡ് പബ്ലിക് അപ്രൂവൽ ഉണ്ട്. ബിലീവ് ദാറ്റ് ദ പേഴ്സൺ ഇൻ പവർ ഹാസ് ദ റൈറ്റ് ടു ഗവൺ ആൻഡ് ഇഷ്യൂ ഓർഡർ. ഇതനുസരിച്ച് പവറിലിരിക്കുന്ന പേഴ്സൺസിനാണ് എന്തിന് ഓർഡർ ഇറക്കാനും അവരെ ഗവൺ ചെയ്യാനുള്ള അവകാശമുള്ളത്. വെൽ മൊബിലൈസ്ഡ് പബ്ലിക് ഒപ്പീനിയൻ. നല്ല രീതിയിലുള്ള പബ്ലിക് ഒപ്പീനിയൻ ആണ് എന്ത് മെച്ചർ പൊളിറ്റിക്കൽ കൾച്ചർ എന്നുള്ളത്. അടുത്ത ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചർ. Civil institutions are highly developed and the public is well organized into powerful group. Civil institution എന്താ highly developed ആണ്, പക്ഷേ ഇവിടെ പബ്ലിക് എന്താ വെൽ ഓർഗനൈസ്ഡ് ആണ്, അവരൊരു പവർഫുൾ ഗ്രൂപ്പും ആണ്. Should constitute the sovereign authority and how power should be transferred. ഇതൊരു സോവറിങ് അതോറിറ്റി ആണ്, അത് മാത്രമല്ല പവർ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം കറക്റ്റായിട്ട് അത് പറയുന്നുണ്ട്. അടുത്ത ലോ പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് എ വീക്ക് ആൻഡ് നാരോലി ഓർഗനൈസ്ഡ്. ഇവിടെ എന്താ പൊളിറ്റിക്കൽ സിസ്റ്റം വീക്കാണ്, അത് മാത്രമല്ല നാരോലി ഓർഗനൈസ്ഡുമാണ്. പ്രൊസീജിയേഴ്സ് ആൻഡ് പബ്ലിക് അറ്റാച്ച്മെന്റ് ടു ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ഫ്രജൈൽ. ഇവിടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഫ്രജൈൽ ആണ്. ദ ലോ പൊളിറ്റിക്കൽ കൾച്ചറിലെ പൊളിറ്റിക്കൽ സിസ്റ്റം ഫ്രജൈൽ ആണ്. അടുത്ത മിനിമൽ പൊളിറ്റിക്കൽ കൾച്ചർ. പബ്ലിക് ഒപ്പീനിയൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ എന്താ ഉൾപ്പെടുത്തുന്നില്ല. പൊളിറ്റിക്കൽ കൾച്ചേഴ്സ് ആർ ഡിസൈഡഡ് ബൈ ഫോഴ്സ് ഓർ ത്രെറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സ് ചെയ്തോ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഭയപ്പെടുത്തിയൊക്കെയുള്ള പൊളിറ്റിക്കൽ കൾച്ചേഴ്സ് ഡിസൈഡ് ആണ് ഇവിടെ ഉള്ളത്. പൈനർ ആർഗ്യൂഡ് ദാറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് വിത്ത് വീക്ക് ലെജിറ്റിമസി ആർ പ്രോൺ ടു എക്സ്പീരിയൻസ് എക്സ്ട്രീം ഫോംസ് ഓഫ് മിലിറ്ററി ഇന്റർവെൻഷൻ. പൈനർ പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് തന്നെ വീക്ക് ലെജിറ്റിമസി ഉള്ളൊരു എന്തുവാ എക്സ്ട്രീം ആയിട്ടുള്ള മിലിറ്ററി ഇന്റർവെൻഷന്റെ ഫോംസിനെ പ്രോൺ ആണെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് 4 എന്താ മെച്ചർ പൊളിറ്റിക്കൽ കൾച്ചർ, ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചർ, ലോ പൊളിറ്റിക്കൽ കൾച്ചർ, മിനിമൽ പൊളിറ്റിക്കൽ കൾച്ചർ. ഇതാണ് ഫൈനറിന്റെ ക്ലാസിഫിക്കേഷൻ. അടുത്തത് പൊളിറ്റിക്കൽ കൾച്ചർ ഇൻ കമ്പാരറ്റീവ് പെർസ്പെക്റ്റീവ്.
പൊളിറ്റിക്കൽ കൾച്ചർ ഇൻ കമ്പാരറ്റീവ് പെർസ്പെക്റ്റീവ് നോക്കാം. പൊളിറ്റിക്കൽ സിസ്റ്റം അതിൻ്റെ ഫീച്ചേഴ്സ് ആണുള്ളത്. ആദ്യത്തത് ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റം. അതിൻ്റെ ഫീച്ചേഴ്സ് മൾട്ടി വാല്യൂഡ് ആണ്, റാഷണൽ കാൽക്കുലേറ്റിംഗ്, ബാർഗെയിനിങ് ആണ്, എക്സ്പീരിമെൻ്റൽ ആണ്. ഇതൊരു സെക്യുലറൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ലിബർട്ടി, ഇക്വാലിറ്റി, ഡെമോക്രസി, സിവിക് ഡ്യൂട്ടി, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് സ്റ്റെബിലിറ്റി ആർ ഡിഫറൻഷിയേറ്റഡ് റോൾ. ഇവിടെ പവേഴ്സും സ്റ്റെബിലിറ്റിയും ഒക്കെ എന്താ ഡിഫറൻഷിയേറ്റഡ് റോൾസ് ആണുള്ളത്. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ മൾട്ടി കൾച്ചറലിസം, ലിബറലിസം, വെൽഫെയർ സ്റ്റേറ്റ്, യൂട്ടിലിറ്റേറിയനിസം, ഇൻഡിവിജ്വലിസം, ഇഗാലിറ്റേറിയനിസം, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ സിസ്റ്റത്തിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. യൂസ് ഓഫ് സിംബൽ, അതാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഫോൾക്ലോർ. സിവിക് സൂപ്രീമസി ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്. ഇതാണ് ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്. രണ്ടാമത്തെയാണ് കോണ്ടിനെന്റൽ യൂറോപ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇത് ഇറ്റലി, ഫ്രാൻസ്, നോർവേ പോലെയുള്ള വെസ്റ്റേൺ കൺട്രീസിലാണ് കാണുന്നത്. ഫ്രാഗ്മെന്റഡ് പൊളിറ്റിക്കൽ കൾച്ചറാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ഡിഫറൻറ്റ് പാറ്റേൺ ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ്. സൊസൈറ്റിയിലുള്ള ഡിഫറൻറ്റ് സെക്ഷൻ ഡിഫറൻറ്റ് തരത്തിലുള്ള കൾച്ചറൽ ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ ബാർഗെയിനിങ് ഇല്ല, നോ പൊളിറ്റിക്കൽ ബാർഗെയിനിങ്. ഗ്യാരണ്ടിയിങ് ഡെമോക്രസി, ദ റൂൾ ഓഫ് ലോ, ഹ്യൂമൻ റൈറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി, ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മൊണാർക്കിസം, റിപ്പബ്ലിക്കനിസം, പ്രസിഡൻഷ്യൽ, സെമി പ്രസിഡൻഷ്യൽ, പാർലമെന്ററി റിപ്പബ്ലിക്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഗവേണൻസിന്റെ ഫോം എന്ന് പറയുന്നത്. ഇതൊക്കെ മൊണാർക്കിസം, റിപ്പബ്ലിക്കനിസം, പ്രസിഡൻഷ്യൽ, സെമി പ്രസിഡൻഷ്യൽ, പാർലമെന്ററി റിപ്പബ്ലിക്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെന്റ്സിന്റെ ഫോംസ്. ദ ഫോർമേഷൻ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഫോർമേഷൻ നടക്കുന്നത് കോണ്ടിനെന്റൽ യൂറോപ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്. ലെജിറ്റിമസി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സിവിലിയൻ ഗവൺമെന്റ്, ഇതും കോണ്ടിനെന്റൽ യൂറോപ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തത് ഡെവലപ്പിംഗ് കൺട്രീസ്. മാസ്റ്റർ ആൻഡ് സബ്ജക്ട്, സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ആണുള്ളത്. സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ആണുള്ളത്. ന്യൂ സോഴ്സ് ഓഫ് ലെജിറ്റിമസി ബൈ ദ റൂൾ ഓവർ ടൈം. സിംഗിൾ സ്ട്രക്ചർ, മൾട്ടി വേരിയേറ്റ്. എന്താ സിംഗിൾ സ്ട്രക്ചർ ആണ്, മൾട്ടി വേരിയേറ്റ് ആണ്. കോമണാലിറ്റി ഓഫ് ഹിസ്റ്ററി കോമണാലിറ്റി ഉണ്ട്. പിന്നെ പ്രൊവൈഡിങ് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവർണൻസ്. വോട്ടിംഗ് റൈറ്റും ഗവർണൻസിൽ പീപ്പിളിന്റെ പാർട്ടിസിപ്പേഷൻ ഒക്കെ ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ആഗ്രോ ഇൻഡസ്ട്രിയൽ ഫ്യൂസ്ഡ് സൊസൈറ്റി, ആഗ്രോ ഇൻഡസ്ട്രിയുടെ ഫ്യൂസ്ഡ് സൊസൈറ്റിയാണ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. അടുത്തത് ടോട്ടാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇവിടുത്തെ സോവിയറ്റ് യൂണിയൻ, ചൈന പോലെയുള്ള കൺട്രീസിലാണ് ഈ ടോട്ടാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം കാണുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ലെജിറ്റിമസി ഓഫ് സെൻറ്റർ ആണുള്ളത്. കോൺസെൻട്രേഷൻ ഓഫ് പവർ ഉണ്ട്. ഹൈറാർക്കി ഓഫ് ബ്യൂറോക്രസി, പോലീസ് ആൻഡ് ആർമി, ഒക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. കൊയേഷൻ ആസ് ദ ഹാൾമാർക്ക് ഓഫ് എക്സസൈസ് ഓഫ് അതോറിറ്റി. സിംഗിൾ പാറ്റേൺ ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് സിംഗിൾ പാറ്റേൺ ആണ്. യൂണിറ്ററി സിസ്റ്റം, ലെസർ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെയാണ് ടോട്ടാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ പൊളിറ്റിക്കൽ കൾച്ചർ കമ്പാരിറ്റീവ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ മൊത്തം ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റം, കോണ്ടിനെന്റൽ യൂറോപ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഡെവലപ്പിംഗ് കൺട്രീസ് പൊളിറ്റിക്കൽ സിസ്റ്റം, ഇങ്ങനെ 4 പൊളിറ്റിക്കൽ സിസ്റ്റവും അതിന്റെ ഫീച്ചേഴ്സുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായി ക്രിട്ടിക്കൽ അപ്രൈസൽ ആണ്. എത്ര അഡ്വാൻറ്റേജസ് ഉണ്ടായാലും എല്ലാത്തിനും ഒരു ക്രിട്ടിക്കൽ അപ്രൈസൽ ആണ്. അതിനൊരു ഒരു ഡിഫക്റ്റ് ആണ്. അതാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് കാനോട്ട് ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ വെരി പ്രിസൈസ് വേരിയബിൾ ഓഫ് പ്രസന്റിങ് എ മോർഫോളജിക്കൽ സ്റ്റഡി ഓഫ് ദ മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം. മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം വെരി പ്രിസൈസ് ആയിട്ട് ഇത്
നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നാമത്തെ. ലൂസിയൻ പ്രൈ ക്രിട്ടിസൈസ് no society there is a fundamental distinction between the culture of the rulers and that of masses. എന്താ ലൂസിയൻ പൈ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വെച്ചാൽ നോ സൊസൈറ്റി ദർ ഇസ് എ ഫണ്ടമെന്റൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദി കൾച്ചർ ഓഫ് ദ റൂളേഴ്സ് ആൻഡ് ദാറ്റ് ഓഫ് ദ മാസസ്. ഇറ്റ് ടെൻഡ് ടു ബി സ്റ്റാറ്റിക് ആസ് വെൽ ആസ് സിംപ്ലിസിറ്റി. ഇതെന്താ സ്റ്റാറ്റിക്കും സിംപ്ലിസിറ്റിയാണ്. ലാക്കിംഗ് സെൻസിറ്റിവിറ്റി, പക്ഷെ എന്താ സെൻസിറ്റിവിറ്റി ലാക്കിംഗ് ആണ്. ടു ഹൗ എ കൾച്ചർ കണ്ടിന്യൂലി ഇവോൾവ് ഇൻ റെസ്പോണ്ട് ടു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസസ്. It made easier for political scientists to systematically and comprehensively analyze the social, psychological, and sociological environment of the political system, thereby having contributed to conducting both the micro and micro studies of political system, as well as to explain the gap between the macro macro politics in the gap on the well explain ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. Also been used by several political scientists to investigate the nature and the dynamics of possible political changes, violent changes, revolution, and curves in numerous politics. ഇതൊക്കെയാണ് എന്താ പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ക്രിട്ടിക്കൽ അപ്രൈസൽ. ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ നോട്ട് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആവശ്യമുള്ളവർ അത് ആ ചാനൽ ജോയിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ